ഗാസയിൽ ഹമാസ് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ്. പുതുവത്സര ആഘോഷവേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം മുന്നറിയിപ്പിന്റെ രൂപത്തിൽ ബന്ദികളുടെ മോചനമെന്ന ആവശ്യമുയർത്തിയത്. ഹമാസ് ബന്ദികളെ ഉടൻ തിരിച്ചുവരാൻ അനുവദിക്കുന്നതാണ് നല്ലത്. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. വെടിനിർത്തൽ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. താൻ അധികാരമേൽക്കുന്ന തീയതിക്ക് മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഡിസംബറിൽ ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2025 ജനുവരി 20 മുമ്പ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യരാശിക്കെതിരായ ഈ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായവർ വലിയ വില നൽകേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നാലെ ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയവരിൽ ഉൾപ്പെട്ട യൂസഫ് സിയാദ് എന്ന 53കാരന്റെ മൃതദേഹം കണ്ടെടുത്തത് ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസിന്റെ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇസ്രയേൽ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. സിയാദിന്റെ 22കാരനായ മകൻ ഹംസ സിയാദിന്റെ മൃതദേഹവും കണ്ടെടുത്തുവെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറയുന്നതെങ്കിലും അക്കാര്യം സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ട്രംപിന്റെ പ്രസ്താവന വന്ന ശേഷം ഹമാസ് തടവിലാക്കിയ ഒരു ഇസ്രയേലി സൈനികയുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു. വീഡിയോയിൽ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മാനസികമായി ആകെ തളർന്ന നിലയിലായിരുന്നു ഇവർ. അതിനാൽ തന്നെ മറ്റു ബന്ദികളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഇസ്രയേൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നതിനിടെയാണ് യൂസഫിന്റെ മകന്റെയും മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 യൂസഫ് സിയാദിനെയും മക്കളായ ഹംസ, ബിലാൽ, ഐഷ എന്നിവരെയും ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജോലിസ്ഥലത്ത് നിന്നാണ് ഇവരെ പിടിച്ചുകൊണ്ടുപോയത്. 50 ദിവസം തടവിൽ കഴിഞ്ഞതിനു ശേഷം 2023 നവംബർ 30 ബിലാലിനെയും ആയിഷയെയും ഹമാസ് വിട്ടയച്ചിരുന്നു. അതേസമയം യൂസഫും ഹംസയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. യൂസഫിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇസ്രയേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യൂസഫിന്റെ വീട്ടുകാരെയും ഇസ്രയേൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചിരുന്നു. യൂസഫിന്റെ മകൻ ഹംസയും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സൈന്യം കരുതുന്നത്. തുരങ്കത്തിനുള്ളിൽ നിന്ന് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം 2 ഹമാസുകാരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. യൂസഫ് രക്ഷപ്പെടാതിരിക്കാൻ കാവൽ നിന്നവരാണ് ഇവരെന്നാണ് പറയപ്പെടുന്നതും. കഴിഞ്ഞ ഓഗസ്റ്റിൽ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത അതേ സ്ഥലത്തല്ല യൂസഫിന്റെ മൃതദേഹം കണ്ടെടുത്തതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. രഹസ്യമായി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുരങ്കത്തിൽ ഇസ്രയേൽ സൈന്യം പരിശോധന നടത്തിയത്. യൂസഫ് സിയാദിൻ മരിച്ചിട്ട് ഏറെ നാളുകളായി എന്നാണ് സൂചന. എന്നാൽ ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം മകൻ ഹംസയുടെ മൃതദേഹവും കണ്ടെടുത്തുവെന്നാണ്. എന്നാൽ ഇസ്രയേൽ സൈന്യം ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഉൾപ്പെടെയുള്ള പ്രമുഖർ യൂസഫിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. യൂസഫിന്റെ മക്കളായ ബിലാലിനെയും ഐഷയെയും രക്ഷിച്ചതുപോലെ യൂസഫിനെയും മകൻ ഹംസയെയും രക്ഷിക്കാൻ കഴിയുമെന്നാണ് കരുതിയിരുന്നതെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. യൂസഫിന് 2 ഭാര്യമാരിലായി 19 മക്കളാണുള്ളത്. മൂത്ത മകനാണ് ഹംസ. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ് അദ്ദേഹം. തങ്ങൾ അറബ് വംശജരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് യൂസഫിന്റെ മകനായ ബിലാൽ മോചിപ്പിക്കപ്പെട്ട സമയത്ത് വെളിപ്പെടുത്തിയത്. കുടുംബത്തിലെ 4 പേരെയും ഒരുമിച്ചാണ് പാർപ്പിച്ചിരുന്നതും. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ 94 പേരാണ് ജീവിച്ചിരിപ്പുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 34 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടുവെന്നാണ് കരുതപ്പെടുന്നത്. 2023 നവംബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ പ്രകാരം 105 ബന്ദികളെ വിട്ടയച്ചിരുന്നു. 4 പേരെ ഇതിനു മുമ്പും മോചിപ്പിച്ചിരുന്നു. 8 ബന്ദികളെ ഇസ്രയേൽ സൈന്യം മോചിപ്പിക്കുകയും ചെയ്തിരുന്നു.